ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 54 സങ്കീർത്തനം 7 വാക്യം. അവൻ എന്നെ സകല കഷ്ടത്തിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളെ കണ്ട് രസിക്കും. ദൈവമക്കളായതുകൊണ്ട് കഷ്ടതകൾ ഉണ്ടാകില്ല എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. ദാവീദ് ദൈവഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. എന്നിട്ടും അവൻ നിരസിക്കപ്പെട്ടു, പിന്തുടരപ്പെട്ടു, ഒളിച്ചേടേണ്ടി വന്നു. അതുകൊണ്ട് കഷ്ടത വരുന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെ തെളിവല്ല. പലപ്പോഴും അത് ദൈവം നമ്മെ കൂടുതൽ രൂപപ്പെടുത്തുന്ന സമയമാണ്. റോമർ 8:28 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു. കഷ്ടതയിൽ ദൈവത്തോട് നിലവിളിക്കുന്നവർ ഒരിക്കലും ലജ്ജിക്കുകയില്ല. പ്രാർത്ഥന ദുർബലതയുടെ അടയാളമല്ല, വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. നമ്മുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ മേൽ വെച്ചാൽ അവൻ നമ്മെ താങ്ങും. ദൈവത്തിൻ്റെ വിടുതൽ സമ്പൂർണ്ണമാണ്. ഈ വാക്യത്തിൽ ദാവീദ് പറയുന്നത് അവൻ എന്നെ സകല കഷ്ടതകളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ ദൈവം കഷ്ടത മാറ്റാം. ചിലപ്പോൾ അവൻ നമ്മെ കഷ്ടതയിൽ സംരക്ഷിക്കാം. മറ്റു ചിലപ്പോൾ കഷ്ടതയിലൂടെ നമ്മെ വളർത്താം. എന്നാൽ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തിലും അവൻ നമ്മെ കൈവിടുകയില്ല. ദൈവത്തിൻ്റെ സമയം ഏറ്റവും മികച്ചതാണ്. പലപ്പോഴും നാം ഉടനടി മറുപടി പ്രതീക്ഷിക്കുന്നവരാണ്. എന്നാൽ ദൈവം ഒരു കാര്യവും വൈകിക്കുകയില്ല, ഒരിക്കലും താമസിക്കുകയുമില്ല. അതിനാൽ കാത്തിരിപ്പ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ കണ്ണ് എൻ്റെ ശത്രുക്കളുടെ പരാജയം കണ്ടിരിക്കുന്നു. ഇത് പ്രതികാരത്തിൻ്റെ ഭാഷയല്ല. ദാവീദിന് ശൗലിനെ കൊല്ലുവാൻ അവസരം ലഭിച്ചിട്ടും അവനത് ചെയ്തില്ല. അവൻ തൻ്റെ കാര്യം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. നമ്മയും വേദനിപ്പിക്കുന്നവരുണ്ടാകാം. അപവാദങ്ങൾ പറഞ്ഞ് നമ്മെ പ്രയാസപ്പെടുത്തുന്നവരുണ്ടാവും. എന്നാൽ നമ്മുടെ വിളി പ്രതികാരം ചെയ്യാനുള്ളതല്ല, ദൈവത്തിൽ ആശ്രയിക്കുവാനാണ്. പ്രിയമുള്ളവരെ, ദാവീദിന് ദൈവം ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. അവൻ ഇന്നും കേൾക്കുകയും നമ്മെ രക്ഷിക്കുകയും വിടുവിക്കുകയും വഴി തുറക്കുകയും ചെയ്യുവാൻ ശക്തനാണ്. നമ്മുടെ കണ്ണുകൾ സാഹചര്യങ്ങളിലല്ല, കർത്താവിങ്കിലേക്ക് ഉയർത്താം. പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രതിസന്ധികളിൽ നിന്നിലേക്ക് കൂടുതൽ ചേർന്ന് നിൽക്കുവാനും നിന്നിൽ വിശ്വസിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.